അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ യുവാവ് പുള്ളി നമ്മുടെ ചാനലിൽ ഇടയ്ക്കിടയ്ക്ക് കമൻ്റൊക്കെ ഇടുന്ന ആളാണെന്ന് തോന്നുന്നു. ആദ്യമേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ചാനൽ മറ്റുള്ള മതക്കാർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇത് മുസ്ലിങ്ങളായ ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിക്കാനുള്ളതാണ്. അത് വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. കാരണം ആരെയും മുസ്ലിങ്ങളായ ആളുകൾ ഇസ്ലാമിനെ പറ്റി പഠിക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. ഈ ക്രിസ്ത്യാനികളായ ആളുകൾ എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. സത്യത്തിൽ അവർ ക്രിസ്ത്യാനിയാണോ? എന്താ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞത് വല്ലദീന കാലു ഇന്നാ നസ്വാറ, ഞങ്ങൾ സഹായികളാണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം എന്ന് മാത്രമേ അവരെ പറ്റി പറയുന്നുള്ളൂ. സത്യത്തിൽ ഒരു തരത്തിലും അവർ ക്രിസ്ത്യാനികളല്ല, ക്രിസ്തുവിൻ്റെ അനുയായികളല്ല. ഒരു തരത്തിൽ അനുയായികളാണ് എന്ന് പറയും. അതെങ്ങനെയാണ് പറയാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് പറ്റാത്തതെന്നുമാണ് ഈ വീഡിയോയിൽ കൂടെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്നത്. ഖുർആനിൽ അവരെ പറ്റി പറഞ്ഞത് പിഴച്ചവരെന്നാണ്. ഈ ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് പിഴച്ചു പോയത് എന്നും കൂടി നമ്മൾ ചിന്തിക്കണം. എവിടെയാണ് ഇവരെ പിഴവ് എന്ന് ഓരോ പോയിൻ്റായിട്ട് മനസ്സിലാക്കണം. ആദ്യം യേശു ക്രിസ്തു ആണല്ലോ ഇവർ ക്രിസ്ത്യാനികളുടെ എന്താ പറയുക, ജീസസ് എന്നും രക്ഷകനെന്നും ദൈവം എന്നൊക്കെ ഇവർ പറയുന്നത്. ഈസാ നബിയെ പറ്റി ഏറ്റവും നല്ല രൂപത്തിൽ വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ എന്താ ഈസാ നബിയെ പറ്റിയിട്ട് പറയുന്നത്? ഇന്ന മസല ഈസാ ഇൻദല്ലാഹി ക മസലി ആദം. ഈസാ നബിയുടെ ഉദാഹരണം ആദമിനെ പോലെയാണ്. എന്താ ആദമിൻ്റെ പ്രത്യേകത? ആദമിന് ഉപ്പ ഉണ്ടായിരുന്നില്ല, ഉമ്മയും ഉണ്ടായിരുന്നില്ല. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത ആദമിന് അള്ളാഹു സൃഷ്ടിച്ചു. അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവുണ്ടായിരുന്നു, ഉപ്പയില്ല, ശരിയാ. പക്ഷേ മാതാവ് ഹന്നത്ത് ബീവിയുടെ മകളായ മറിയമായിരുന്നു. ആ മറിയം എന്ന് പറയുന്ന ഖുർആനിൽ ഒരേ പേരായിട്ട് പറയപ്പെട്ട ഒരു സൂറത്തിൻ്റെ അധ്യായത്തിൻ്റെ പേര് തന്നെ മറിയം എന്ന പേരെടുത്ത് പറയപ്പെട്ട സ്ത്രീരത്നമാണ് ഈ മറിയം. അവർ ജിബ്രീൽ അലൈഹിസ്സലാം അവരുടെ അടുക്കലേക്ക് പോവുകയും അവരിലേക്കൊന്ന് ഊതുകയും ചെയ്തപ്പോൾ അവർ വലിയ സംഭവമായിട്ട് ഖുർആനിൽ പറയുന്നുണ്ടത്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരൂപത്തിൽ അവരുടെ അടുക്കലേക്ക് ചെന്നു. അപ്പം മറിയം ഈ ഒരു പുരുഷൻ്റെ രൂപത്തിൽ കണ്ടപ്പോൾ ഇവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ആവശ്യമെന്ന് ജിബ്രീലിനോട് ചോദിക്കുകയാണ്. ജിബ്രീൽ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നത് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനയുമായിട്ടാണ്. നിനക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. അപ്പം മറിയം ചോദിച്ചു, ഇതെന്താ പറയുന്നേ? എനിക്ക് കുഞ്ഞ് ജനിക്കുകയോ? ഞാനിതുവരെ ഒരു പുരുഷനുമായിട്ട് സംസർഗം പോലും ഇല്ല, ഞാനൊരു വ്യഭിചാരിണിയൊന്നുമല്ല, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പം ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, കാല കദാലിക്ക് കാല റബ്ബുക്കി ഹുവ അലയ്യ ഹയ്യൻ. അത് കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അള്ളാഹിൻ്റെ അടുക്കൽ അങ്ങനെ ഒരു പുരുഷനുമായിട്ട് ബന്ധമില്ലാത്ത സ്ത്രീക്ക് ഗർഭിണിയാവുക എന്നത് അത്ഭുതമുള്ള കാര്യമല്ല. അങ്ങനെ സംഭവിക്കാം. ആദമിൻ്റെ ഉദാഹരണം അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ അവരുടെ, അതും പറയുന്നുണ്ട് ചില തഫ്സീറുകളിൽ പറയുന്ന, അവരുടെ വസ്ത്രത്തിൻ്റെ മുകളിലേക്ക് ഊതി എന്നാണ് പറയുന്നത്. ഇനി ഊതിയോ ഇല്ലേ, എന്തുകൊണ്ടാണെന്ന് അള്ളാഹു അലം ബിസ്സവാബ്. എന്തായാലും ആ കുട്ടിയുടെ പിതാവ് പിതൃത്വമില്ലാത്തൊരു കുട്ടിയാണ് ഈസ എന്ന് തൻ്റെ
നാറ്റ കൊണ്ട് മാത്രം ഉണ്ടായതാണ് എന്ന് അള്ളാഹു പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറം അപ്പീലില്ല. നമ്മൾ വിശ്വസിക്കുന്നതാ അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ടും കുട്ടിയുണ്ടാകാം. അല്ലാണ്ട് ജൈവിക പ്രക്രിയയിലൂടെ തന്നെ വേണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. അങ്ങനെ മറിയമിൻ്റെ കഥകൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി ഗർഭിണിയായിപ്പോൾ. അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറിയിട്ട് അവർക്ക് പ്രസവ വേദന തുടങ്ങി. അപ്പം അവർ വിചാരിച്ചു, യാ ലൈതനി മിത്തു കപില ഹാദാ ഫകുന്തു നസിയം മൻസിയ. ഈ സംഭവം നടക്കുന്നതിന് മുമ്പ്, അഥവാ ഈ പ്രസവിക്കുന്നതിന് മുമ്പേ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണല്ലോ. ഒരു കുട്ടിയുടെ അവിഹിത ഗർഭം ധരിച്ചാലേ അവരുടെ മാതാപിതാക്കളും ആ കുട്ടി ഉൾപ്പെടെ ആഗ്രഹിക്കും, ഭൂമി തകർന്ന് ഞാൻ താണുപോയെങ്കിൽ എന്ന് പറഞ്ഞ പോലെ മറിയം വിചാരിച്ചു, യാലൈത്തനി മിത്തു കപിലഹാദാ വകുന്തു നസിയം മൻസിയ. ഞാൻ ഇതിൻ്റെ മുമ്പേ, ഈ പ്രസവം നടക്കുന്നതിൻ്റെ മുമ്പ് മരിച്ചു പോയാൽ എത്ര നന്നായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, ജിബ്രീൽ വന്ന് സമാശ്വസിപ്പിച്ച്, നീ പേടിക്കണ്ട, എനിക്ക് എന്ത് വേണമെങ്കിലും ഈത്തപ്പഴം തന്നോളൂ, നീ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർക്ക് അള്ളാഹു ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, ചോദിച്ചെല്ലാം കൊടുത്തു. അങ്ങനെ അവർ പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ എന്താ ഉണ്ടായേ? അക്കാലത്തുള്ളവരെല്ലാം ജൂത പണ്ഡിതന്മാരായിരുന്നു. അവരോടി വന്നു ചോദിച്ചു. എന്താ ചോദിച്ചത്? അവർ പറഞ്ഞത്, എന്താണ് മറിയമേ നിനക്ക് പറ്റിയത്? സത്യം പറ, ആരായി കുട്ടിയുടെ ഉപ്പ? മാക്കാന അബൂക്കിംറ സൗഇൻ വമാക്കാനത് ഉമ്മുക്കി ബഗിയ. നിന്റെ പിതാവ് ഒരു പെണ്ണുപിടിയനായിരുന്നില്ലല്ലോ മറിയമേ, നിന്റെ മാതാവ് ഒരു വേശ്യയായിരുന്നില്ലല്ലോ മറിയമേ, നീയത് കാണിച്ചു വെച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് അവരാക്രോശിച്ചപ്പോൾ അവൾ മറിയം ബീവി ആ തൊട്ടിലിന് നേരെ കൈ ചൂണ്ടി. അപ്പോൾ അവർ ചോദിച്ചു, ഈ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഞങ്ങളോട് സംസാരിക്കുകയോ? ഇവരേതായാലും തൊട്ടിലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ കുട്ടീനെ കൊണ്ട് അള്ളാഹു സംസാരിപ്പിച്ചു. ഇന്നി അബ്ദുല്ലാ ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ. ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്. ജനിച്ച ദിവസവും ജീവിക്കുന്ന ദിവസവും മരിക്കുന്ന ദിവസവും അനുഗ്രഹം ചെയ്യപ്പെട്ട അള്ളാഹുവിൻ്റെ അടിമയും അവൻ്റെ അടുക്കൽ നിന്ന് കിതാബ് വാങ്ങപ്പെട്ടവനുമാണ് ഞാനെന്ന് ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെ കൊണ്ട് സംസാരിപ്പിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ഉണ്ടായതാണ് എന്നും ജൈവിക പ്രക്രിയയിലൂടെ ഉണ്ടായതല്ല എന്നും ലോകത്തോട് വിളിച്ചു പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ഇവരുണ്ടാക്കി ബൈബിളിൽ എന്താ അതേക്കുറിച്ച് പറയുന്നത്? മറിയമിനെ എന്ത് ചെയ്തു? മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അതിന് ശേഷം ഈ ഗർഭിണിയായിരിക്കുന്ന മറിയമിനെ ഒരു ജോസഫ് എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച് കൊണ്ടുവന്നപ്പോൾ പിന്നെ കാണുന്നത് എന്താണെന്നറിയോ? ഇയാൾക്ക് മനസ്സിലായി, ജോസഫിന് മനസ്സിലായി ഇവർ ഗർഭിണിയാണ്. അപ്പം എന്ത് ചെയ്തു? ജനങ്ങൾ അറിഞ്ഞാൽ തൻ്റെ ഭാര്യയൊക്കെ വിഷമം ഉണ്ടാവും, അപവാദം പറയുമെന്ന് വിചാരിച്ചിട്ട് ഈ ഗർഭിണിയായിരിക്കുന്ന തൻ്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ഇയാൾ ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി വേറെ ഏതോ നാട്ടിൽ പോയിട്ട് താമസിച്ചു. അവിടെ നിന്ന് മറിയം പ്രസവിച്ചു എന്ന് പറയുന്നു. എന്തോ ആ കുട്ടിയുടെ അച്ഛനാരാ? ജോസഫ്. എന്തെന്ന് ഇതിന് പറയുക? അതായത് ഒരാളുടെ വിവാഹം, അത് ഏത് ജാതിക്കാരനായിക്കോട്ടെ, മുസ്ലിമോ ഹിന്ദു ആരോ ആയിക്കോട്ടെ, ഒരാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നൊരു പെണ്ണിനെ നോക്കുമ്പോൾ 5-8 മാസം വയറ്റിലുണ്ട്. അപ്പം എന്ത് ചെയ്ത് 2 രൂപ എന്ന് സംഭവിക്കുക. സാധാരണ ഛാന്തസ്സും അഭിമാനമൊക്കെ ഉള്ളവരാണെങ്കിൽ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അവളെ വീട്ടിൽ കൊണ്ടാക്കും.
ഇനി അവളുടെ സൗന്ദര്യത്തിലോ സമ്പത്തിലോ അത്ര അങ്ങ് ആകർഷനായി പോയ മനുഷ്യനാണ് എന്ത് ചെയ്യുക, ഓളെ കൂട്ടിയിട്ട് നാട് വിടും. ചിലപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടീനെ എന്ത് ചെയ്യുമോ, ഓളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് അവരോട് പോറ്റാൻ പറയും. ഇതൊക്കെ നാട്ടിൽ നടപ്പാ. ആ കുട്ടി തൻ്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുന്ന ജോസഫിനെ ആദ്യമായിട്ട് കാണുക. എന്നുവെച്ചാൽ അത് തീർന്നില്ല. ആ ജോസഫിൻ്റെ തലയിൽ അതിൻ്റെ പിതൃത്വം കെട്ടിവെച്ച് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നേ, പരിശുദ്ധാത്മാവിനാൽ ഉണ്ടായതാണെന്ന് ഓല് പറയുകയും ചെയ്യുന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് രണ്ടാളിൽ നിന്നുണ്ടാവുമോ? ഒരു ഭാര്യയും ഭർത്താവ് ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷനിൽ നിന്നുണ്ടാവും. ഇവിടെയാണ് ഇവർ ഈ ജോസഫിൻ്റെ മേലിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതൃത്വം അടിച്ചേൽപ്പിച്ചതോടു കൂടെയാണ് ഈ ക്രിസ്ത്യാനികളുടെ പിഴവ് തുടങ്ങുന്നത്. ജോസഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈസാ നബി എന്ന് പറയുന്ന ഇവരെ യേശു എന്ന് വിളിക്കുന്ന ആളുമായി യാതൊരു ബന്ധവുമില്ല. അവിടെ മുതൽ തുടങ്ങുകയാണ്. പിന്നെ കുരിശ് മരണം, അത് വലിയൊരു പോയിൻ്റാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉസ്താദിനെ പറ്റിയിട്ട് കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ബസ്സിൽ യാത്ര ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഒരു പുരോഹിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, എത്രേ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാ? ശംസുൽ ഉലമ പറഞ്ഞ പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. അയ്യോ, എന്നാ നിങ്ങൾ അള്ളാഹു ഒരു ദുഷ്ടനല്ലേ? എന്താ അങ്ങനെ പറഞ്ഞത്? ആ മുഹമ്മദ് നബിയുടെ പേരക്കുട്ടിയായ ഹുസൈനെ ദാഹിച്ച വെള്ളം പോലും കൊടുക്കാതെ കുടുംബത്തോടെ കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് ഈ ദൈവം എവിടെയായിരുന്നു? അദ്ദേഹത്തിന് ഒരു കരുണയില്ല. അദ്ദേഹത്തിന് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട മുഹമ്മദിൻ്റെ പേരക്കുട്ടിയാണ് ഇയാളെന്ന്. എന്നിട്ട് സംരക്ഷിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ശംസുൽ ഉലമ പറഞ്ഞു പോലോ, അത് ശരിയാണ്, ഈ ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയുള്ള കാര്യം പറയാതിരിക്കലാണ് നല്ലത്. മുഹമ്മദ് നബി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മാത്രമാണ്, ഹബീബും ഖലീലൊക്കെയാണ്. അതേസമയം സ്വന്തം പുത്രനായ യേശുവിനെ രണ്ട് കള്ളന്മാരുടെ കൂടെ കയറ്റിയിട്ട് കുരിശ് തറച്ച് കൊല്ലുമ്പോൾ നോക്കി നിന്ന് ആളല്ലേ, അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് രസകരമായിട്ട് മറുപടി കൊടുത്തിട്ട് ഇയാളെ ബോധിപ്പിച്ചത് ചരിത്രം പറയുന്നുണ്ട്. വളരെ ഗൗരവമായ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ജൂതന്മാരാണ്, യഹൂദന്മാർ ഇപ്പോഴും ഈസാ നബിയുടെ ഉമ്മ മറിയമിനെ വ്യഭിചാരിണി എന്നും ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജാരസന്തതി എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ കാലത്തും ഈ ക്രിസ്ത്യാനികൾ ജൂതൻ്റെ കൂടെയാണ് നിന്നത്, ഇതേ പറയപ്പെട്ട ജൂതൻ. അപ്പം അതിൻ്റെ അർത്ഥം ഇവർ ഈസാ നബീനെ അംഗീകരിക്കുന്നു എന്നാണോ? ഒരാളെ വേശ്യാസ്ത്രീ എന്നും ജാരസന്തതി എന്നും വിളിക്കുന്ന അവർക്ക് താങ്ങിക്കൊടുക്കുന്നവന് അയാൾ അനുയായി എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദയാ? ഇനി അവിടെയും വരട്ടെ. പിന്നെ വരുന്നത് എന്താ? കുരിശ് മരണം. അതായത് ഈസാ നബി അലൈഹി സ്വലാമിനെ ജൂദാസ് ഇസ്കാരിയോട്ട് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് കുരിശ് തറച്ച് കൊന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നു, വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും. അവിടെ ഈസാ നബീനെ അവർ പിടിച്ച് കൊണ്ടുപോയിട്ടില്ല, അവർക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, കുരിശ് തറക്കാൻ കഴിഞ്ഞിട്ടില്ല, ആൾ മാറ്റിക്കളഞ്ഞു. ഈ ജൂദാസിനെ തന്നെ ഈസാ നബിയുടെ രൂപത്തിലേക്ക് മാറ്റി എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതായത് ഈ 30 വെള്ളിക്കാശും വാങ്ങി ഈസാ നബിയെ ഒറ്റിക്കൊടുത്ത ശേഷം പിന്നെ ജൂദാസ് ഇസ്കാരിയോട്ടിനെ ആരും കണ്ടിട്ടില്ല. എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്ന് ആരും അറിയില്ല. അവിടെയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇയാളെ മാറ്റിക്കളഞ്ഞു. ഈസാനെ അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തി. അതേസമയത്ത് ഈ ജൂദാസിനെ ഈസാ നബിയുടെ രൂപത്തിലേക്ക് മാറ്റി അവനെ അത് പിടിച്ച് കുരിശി തറച്ചത്. അപ്പോൾ
എന്നിട്ട് ആ ജൂദാസിനെ തറച്ച് കൊന്ന കുരിശിനെ ഭയങ്കര ആദരവോട് കൊണ്ടു നടക്കുന്ന ഇവര് ആരുടെ അനുയായികളാ? ഈസാ നബീൻ്റെ അനുയായികളാ? ഇനി ഈസാ നബീനെ തന്നെ ഇവർ പറയുന്ന ഇവരെ വിശ്വാസപ്രകാരം ഈസാ നബീനെ തന്നെയാണ് കുരിശ് തറച്ചതെന്ന് വിചാരിച്ചോ? ഒരിക്കലും അല്ല, പരിശുദ്ധ ഖുർആനെ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിലേ ആ കുരിശിനെ ഇവർ ബഹുമാനിക്കാൻ പാടുണ്ടോ? നമ്മുടെ നാട്ടിൽ രീതി അനുസരിച്ചിട്ട് ഒരുത്തൻ നമ്മളെ ബാപ്പാനെ കത്തി എടുത്തിട്ട് കുത്തിക്കൊന്നു. അങ്ങനെ എന്ത് ചെയ്ത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ കത്തി നമ്മൾ കഴുത്ത് തൂക്കിക്കൊണ്ട് നടക്കുമോ? ആ കത്തി കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക? അതെൻ്റെ ബാപ്പാനെ കുത്തിക്കൊന്ന കത്തിയാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം, അതിൻ്റെ കഴുത്ത് നിന്ന് ഇറക്കൂലാൻ പറഞ്ഞ് ഇതാക്കല. ആ കത്തി കാണുമ്പോൾ നമുക്കൊരു ഭയവും അറപ്പും വെറുപ്പും പുച്ഛമാണെന്ന് വരിക. കാരണം എന്താ? നമ്മളെ ബാപ്പാനെ കുത്തിക്കൊന്ന കത്തിയാ എന്നല്ലേ പറയുക? ആദരിക്കേണ്ട സാധനമാണോ അത്? അല്ല, ഒരാളെ ബാപ്പ തൂങ്ങി ചത്തു, ഒരു കുടുംബത്തിൽ ഒരാൾ തൂങ്ങി മരിച്ചു, ആ കയറെടുത്ത് വെച്ചിട്ട് മോന് കഴുത്ത് കെട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് പറയാന്ന്, ഓ ഈ കയറ് ഞാൻ താഴെ വെക്കൂല, ഇതെൻ്റെ ബാപ്പ തൂങ്ങിയ കയറാ എന്ന് പറഞ്ഞാൽ ആ ബാപ്പാൻ്റെ അനുയായി ഇവന്. അപ്പം ഇവന് ക്രിസ്തുവിൻ്റെ അനുയായി അല്ല, ജൂദാസിൻ്റെ അനുയായിയാണ്. അങ്ങനെയല്ലേ വരുന്നത്? ഇതാണ് ഈ ക്രിസ്ത്യാനികൾ പേഴ്ചു പോയി എന്ന് പറയാൻ കാരണം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ ഈ ക്രിസ്ത്യാനികൾ പേഴ്ചവരാന്ന് പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ ചെയ്ത പിഴവെന്ന്. അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ഇവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, മുസ്ലിങ്ങൾക്ക് ആദരിക്കലും ബഹുമാനിക്കലും നിർബന്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവരെ ഭാഷയിലാണ് പറയുന്നത്, ഈ ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ. അവൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന യേശുവിനെ ജാരസന്തതി എന്നും മറിയമിനെ വ്യഭിചാരിണി എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവരെ ഖലീലായിട്ട് ഒരു ഭാഗത്ത് സ്വീകരിക്കുകയും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് പറയുകയും ചെയ്യുന്നു. അത് ഏത് ക്രിസ്തുവാണ്? ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം, ജൂദാസ് ഇസ്കാരിയോട്ടിനെ രൂപസാദൃശ്യം കൊടുത്തുകൊണ്ട് കുരിശിലേറ്റിയപ്പോൾ ആ കുരിശിനെ ആദരവോടെയും ബഹുമാനത്തോടെയും കണ്ടുകൊണ്ട് തോളിൽ കഴുത്ത് കെട്ടിക്കൊണ്ട് നടക്കുന്നു. എന്നിട്ട് അതിനൊരു ഫോട്ടോ രൂപം ഉണ്ടാക്കിയിട്ട് അതാണ് യേശു എന്ന് ഈസ എന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പിഴവ്. ലോകത്ത് എവിടെ നോക്കിയാലും, ഇപ്പം കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ, സംഘികളുടെ ആധിപത്യമുള്ള ആളായതുകൊണ്ട് ഇവിടെ സംഘികൾക്കൊപ്പം ചേർന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കെതിരെ തിരിയുന്നത്. സംഘികളും അവരുമായിട്ട് എന്താ ബന്ധം? അല്ലെങ്കിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ എന്താ ബന്ധം? നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മൾ സഹോദരന്മാരാണ്. ആ ബന്ധം നമ്മൾ മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്. ഇവരെ കൂട്ടത്തിൽ സ്വന്തം രക്തത്തിൽ പെട്ട ഒരു ചേട്ടനെയോ അനിയനെയോ മറ്റൊരുത്തൻ പോയിട്ട് കൈകാര്യം ചെയ്താൽ ഓനങ്ങ് അടികൊണ്ട് ചാവുകയുള്ളൂ, തിരിഞ്ഞു നോക്കൂല ബാക്കി ഒറ്റൊന്നും. അതിന് ഏറ്റവും വലിയ തെളിവാ മണിപ്പൂരിൽ സംഭവിച്ചു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്ത്? മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ചിട്ട് പള്ളിയും അതുപോലെ തന്നെ അവരെ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്യുകയും ആണുങ്ങളെ കൊന്നൊടുക്കുകയും പള്ളികൾ കത്തിക്കുകയും ചെയ്തപ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളായിട്ടുള്ള, അതായത് എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ പറയുന്നില്ല, തന്തക്ക് പറഞ്ഞ പോലെ ഓരോ കൂട്ടത്തിലുണ്ട്. ഇവിടെയുള്ള കുറേ എണ്ണം പറഞ്ഞെന്നാന്നറിയാം ക്രിസ്ത്യൻകൾ എന്ന് പറഞ്ഞേ. നമുക്കവിടെ ഇവർ ക്രിസ്ത്യാനികൾ കൊല്ലുന്നതും മരിക്കുന്നതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല, റബ്ബറിന് 250 ഉറുപ്പിയാക്കി തന്നാൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞോല. അപ്പം എത്രത്തോളം ഉണ്ട്? അപ്പം ഈ ദുനിയാവിലപ്പുറം വേറെ ഒന്നും ആഗ്രഹമില്ലാത്ത ഒരു നികൃഷ്ട ജന്മങ്ങളാണ് ഈ ക്രിസ്ത്യാനികൾ. അവർ അത് ചോദിച്ച് പറയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മുസ്ലിങ്ങൾക്ക് പറയുന്നില്ല, നമ്മൾ സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. നമ്മൾ സൗഹാർദ്ദത്തിൻ്റെ നാടാണ്. എല്ലാ ജനവിഭാഗങ്ങളോടും മതസൗഹാർദ്ദം കീപ്പ് ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി ആയാൽ അവർ മുസ്ലിമാണ്. ഈസാ നബിയെ വിശ്വസിച്ചവർ മുസ്ലിമാണ്.
ആര്? ഈസാ നബിയെ വിശ്വസിച്ചവരെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മൻ അൻസ്വാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ഫആമന ത്വായിഫത്തും മിൻ ബനി ഇസ്രായീല വകഫറത് ത്വായിഫ ഫഅയ്യദ്ന അല്ലദീന ആമനു അലാ അദുവിഹിം ഫഅസ്ബഹു ളാഹിരീൻ. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇവരെ, ഈ ജൂതന്മാര് തന്നെ വേട്ടയാടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, മൻ അൻസ്വാരി ഇലല്ലാഹ്, അള്ളാൻ്റെ കാര്യത്തിൽ അള്ളാഹുവിലേക്ക് ആരാണ് എന്നെ സഹായിക്കുക എന്ന് ചോദിച്ചു. ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഹവാരിയങ്ങൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ഭാഷയിൽ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അള്ളാഹിൻ്റെ സഹായികളാണ്. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത്. അല്ലാതെ ജൂതന് വേണ്ടിയും സംഘിക്ക് വേണ്ടിയും ഓശാന പാടിക്കൊണ്ട് സ്വന്തം മത നേതാവിനെ തള്ളിപ്പറയുന്ന ഒരു വിഭാഗം വന്നിട്ട് നമ്മളോട് ദീന് ചോദിക്കുകയാണ്. ഇസ്ലാമിൻ്റെ പൊള്ളേതായ്മ ആരെ കിതാബ ഉദ്ധരിക്കുന്നവന്? ഒന്ന് എന്താ ജാമിദ ടീച്ചർ, അതുപോലെ ഒരു ആരിഫ് ഹുസൈൻ പോലെയുള്ളവരുടെ തെളിവും വാചകം എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇസ്ലാമിനെ പറ്റി തെളിവ് വയ്ക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. അതുകൊണ്ട് ഇത്തരം പിഴച്ചവർ, വിശ്വാസം എല്ലാവരും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരുത്തൻ്റെ കാഴ്ചപ്പാടിൽ മറ്റൊരുത്തൻ്റെ വിശ്വാസം പിഴവാണ്, മറ്റൊരുത്തൻ്റെ വിശ്വാസത്തിൽ നോക്കിയാൽ ഈ മതം പിഴവാണ് എന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ കണ്ടിട്ട് വിളിച്ച് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു എന്ന് മാത്രം. അത് ക്രിസ്ത്യാനി ആയാൽ ഇവിടെ ആർക്കും കുഴപ്പമില്ല, മുസ്ലിമായി ജീവിക്കുമ്പം കുഴപ്പമില്ല. മുസ്ലിമിലുള്ള ഛിദ്രശക്തികളെ ഏറ്റുപിടിച്ചുകൊണ്ട് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ദീനിൻ്റെ തെളിവാണെന്ന് പറഞ്ഞിട്ട് തർക്കിക്കാൻ വരുമ്പോഴാണ് ഇതുപോലെ പണി ചോദിച്ച് വാങ്ങുക. മേലിൽ എന്നെക്കൊണ്ട് ഞാൻ ഇങ്ങനത്തെ പ്രതികരണങ്ങൾ ഉദ്ദേശിക്കാത്ത മനുഷ്യനാണ്, പക്ഷേ ഇത് ചോദിച്ചുകൊണ്ട് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഇങ്ങനത്തെ ചർച്ചകൾ നമ്മളിലേക്ക് പോകുന്നത് എനിക്കിഷ്ടമല്ല. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചാനൽ ഖുർആൻ, ഹദീസ്, അതുപോലെ തന്നെ പഠിക്കാനുള്ള വിഷയങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കുമെന്ന്. പിന്നെ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തും എൻ്റെ വാക്ക് ലംഘനമാവുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ആകെ ഒരു സമാധാനമുള്ള എന്താണെന്നറിയോ? ഈ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിനെ പറ്റിയിട്ടും മുർസലിങ്ങളെ പറ്റിയിട്ടും മലക്കുകളെ പറ്റിയിട്ടെല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് തവണ ഇബ്ലീസിനെ പറ്റിയിട്ടും ഷെയ്ത്താനെ പറ്റിയിട്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ ശത്രുക്കളെ പറ്റിയിട്ട് നമ്മൾ ഉത്ബോധനം നടത്താലോ എന്നുള്ളൊരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.